കെനിയയിൽ അപകടത്തിൽ മരിച്ച തിരുവനന്തപുരം സ്വദേശി ഗീത ഷോജി ഐസക്കിന്റെ കുടുംബത്തിനൊപ്പം സഹിൻ ആന്റണി ചേരുന്നുണ്ട്. സഹിനിലേക്ക്. അഖില, നമ്മളിപ്പോൾ ഉള്ളത് കെനിയയിൽ ബസ് അപകടത്തിൽ മരണപ്പെട്ട ഗീത ഷോജി ഐസക്കിൻ്റെ കുടുംബത്തോടൊപ്പമാണ്. ഗീതയുടെ മകൻ ജോയലാണ്, അദ്ദേഹം ഡോക്ടറാണ് അമേരിക്കയിൽ. അദ്ദേഹത്തോടൊപ്പമാണ് ചേരുന്നത്. എന്താണ് സംഭവിച്ചത്? ബേസിക്കലി ഇന്നലെ ഒരു 4 o'clock ഈവനിങ്ങിൽ കെനിയ ടൈമിൽ ഒരു 35 പാസഞ്ചേഴ്സ് ഉള്ള ഒരു ടൂറിസ്റ്റ് ബസ് ബ്രേക്ക് വർക്ക് ചെയ്യാതെ ക്രാഷായി. അത് ക്രാഷ് ആയതിനകത്തൊരു 6 to 8 people ഓൺ ദ സ്പോട്ട് ആണ് മരിച്ചത്, ഇൻക്ലൂഡിങ് എൻ്റെ അമ്മയായിരുന്നു മരിച്ചതിനകത്ത് ഏറ്റവും എൽഡസ്റ്റ് ഫീമെയിൽ അറ്റ് 56 years old. ഫാദറും എൻ്റെ ബ്രദറും ഉണ്ടായിരുന്നു. അവർ എല്ലാം ഖത്തറിൽ നിന്ന് കെനിയയിലൊരു ടൂറിന് പോയതായിരുന്നു. ഫാദറിന് ഒരു റിസ്റ്റ് ഫ്രാക്ചർ ഉണ്ട്, അല്ലാതെ ബാക്ക് പെയിനും അങ്ങനത്തെ റിലേറ്റഡ് ഇഷ്യൂസ്. എൻ്റെ അനിയന് ഒരു ക്ലാവിക്കൽ ഫ്രാക്ചർ ഉണ്ട്, അതിന് സർജറി വേണം. അവരിപ്പം അവിടെ സ്റ്റേബിളായിരിപ്പുണ്ട്. പക്ഷേ മദർ അൺഎക്സ്പെക്റ്റഡായിട്ട് പോയിക്കോ, ഭയങ്കര ഷോക്കാണ് നമുക്ക്. നമ്മളിത് എപ്പോഴായിരുന്നു കാര്യങ്ങളൊക്കെ അറിയുന്നത്? ബേസിക്കലി ഇന്നലെ തൊട്ട് അവർ പറയുന്നു, പപ്പേനെയും എൻ്റെ അനിയനെയും അവരൊരു 2 hours തന്നെ കണ്ടുപിടിച്ചു. അവരുടെ എംബസി എല്ലാം ഇൻവോൾവ് ആയി. 11:40 PM അറൗണ്ട് വി ഗോട്ട് ടു നോ ഇതുപോലെ ഒരു ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ട്. അപ്പോൾ തൊട്ട് നമ്മൾ ഒരു എംബസി ആൾക്കാരനാണ് പറഞ്ഞത്, ഏബിൾ ബ്രദറാണ്. അപ്പം ബ്രദറിനെ കണ്ടു ഒരു ഹോസ്പിറ്റലിൽ. അപ്പോൾ അതിൻ്റെ പേപ്പർ അയച്ചപ്പോൾ നമുക്ക് ആ ഹോസ്പിറ്റലിൽ തന്നെ നമുക്ക് വിളിച്ച്, പിന്നെ അവിടെ ഡോക്ടേഴ്സിനോട് പറഞ്ഞ് നമുക്ക് ഇന്ത്യയിലിരുന്ന് വിളിക്കണം, നമുക്കൊരു ഇൻഫർമേഷനും ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ ഏബിളിനോട് നമുക്ക് സംസാരിക്കാൻ പറ്റി. അപ്പോഴാണ് നമുക്ക് അറിഞ്ഞത്. പിന്നെ ഇവർ ആക്സിഡൻറ്റ് ആയതും കൊണ്ട് അവിടെയുള്ള ആൾക്കാരിന് ഒരു 5-6 ആംബുലൻസ് ഒന്ന് അടുത്തുള്ള ഹോസ്പിറ്റലിൽ സെപ്പറേറ്റ് ആയിട്ട് ഇട്ടു. അപ്പോൾ നമുക്ക് ഏബിളിൻ്റെ ഒരു ഹോസ്പിറ്റലായിരുന്നു, പപ്പ ഒരു ഹോസ്പിറ്റലായിരുന്നു, മമ്മ ഒരു ഹോസ്പിറ്റലായിരുന്നു. നമുക്ക് മമ്മ മരിച്ച വിഷയം ഇപ്പോൾ 1.5 മണിക്കൂറായിട്ട് നമുക്കറിയാം. ലൈക്ക് വി ഗോട്ട് ടു നോ. പിന്നെ വേറെ കാര്യം, ഇവരുടെ ബേസിക്കലി മൊബൈലും പാസ്വേഡ്സും എല്ലാം ക്രാഷ് സൈറ്റിൽ തന്നെയായിരുന്നു. അപ്പം അത് പോലീസിൻ്റെ കയ്യിൽ. അപ്പോൾ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഭയങ്കര പാടായിരുന്നു. നമുക്ക് ഇൻഡിവിജ്വലി ലൊക്കേഷൻ നോക്കി അവിടുത്തെ എല്ലാ ഹോസ്പിറ്റൽസിനെയും വിളിച്ചിട്ടാണ് നമ്മൾ ആക്ച്വലി അവരെ ലൊക്കേറ്റ് ചെയ്തത്. എല്ലാവരും ഏജൻസി പീപ്പിളെല്ലാം പറഞ്ഞത് ലൈക്ക് മമ്മീനെ നോക്കിക്കൊണ്ടിരിക്കുക. ജസ്റ്റ് ഒരു 1 hour മുമ്പെയാണ് എൻ്റെ ഒരു കസിൻ സിസ്റ്റർ എന്നോട് ഇൻഫോം ചെയ്യുന്നത്. മമ്മ എന്ത് ചെയ്യുന്നായിരുന്നു? ഖത്തറിലായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അവിടെ എന്തായിരുന്നു, എന്ത് ചെയ്യുകയായിരുന്നു? മമ്മി ഒരു ലാസ്റ്റ് 20-25 years മമ്മി എൻജിനീയർ ആണ് ബൈ പ്രൊഫഷൻ. പക്ഷേ മമ്മി ഒരു സ്പെഷ്യൽ നീഡ്സ് എഡ്യൂക്കേറ്റർ ആയിരുന്നു. ഒരു ഹോപ്പ് ഖത്തർ എന്ന് പറഞ്ഞ സ്കൂളിലായിരുന്നു. അവിടെ ഇന്ത്യൻ എക്സ്പാറ്റ്സിൻ്റെ സ്പെഷ്യൽ നീഡ്സ് ഉള്ള ഡൗൺ സിൻഡ്രോം, ഓട്ടിസം അങ്ങനത്തെ പിള്ളേരെ ടീച്ച് ചെയ്യുന്നതായിരുന്നു. മമ്മി ഒരു റിയലി ഒരു ഹ്യൂമാനിറ്റേറിയൻ പേഴ്സൺ ആയിരുന്നു, വെൽ ലവ്ഡ് ഇൻ ദ ചർച്ച് ഓൾസോ. She has won award from Qatar government and everything. She is really recognized and she really worked hard. Mumminda own mother is there in their hometown in Trivandrum, and we haven't told her yet, but I think she is already aware of it. എന്തായാലും ഈ ഫ്ലാറ്റിലെ ഒരു അംഗം കൂടിയുണ്ട്, നിഷി. ഈ നിഷി, എങ്ങനെയാണ് നിങ്ങൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അറിയിച്ചിരുന്നത് ബന്ധപ്പെട്ടത്? ഇപ്പോൾ ആരെ അറിയിക്കാനുള്ള സമയമില്ല, 1/2 മണിക്കൂറിലാണ് നമ്മളിത് അറിയണത്. ഇവിടെ പള്ളിയിൽ നിന്ന് ഉള്ള ആൾക്കാർ ഇവിടുത്തെ സെക്രട്ടറി അബ്ദു ബഷീറിനെ വിളിച്ചപ്പോൾ അബ്ദുക്ക എന്നെ വിളിച്ച് പറയുകയും ഞാനിവിടെ വരികയും ചെയ്തു. അങ്ങനെയാണ് നമ്മളിത് ഒന്ന് അറിയണത്. അപ്പോൾ എന്തായാലും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഫ്ലാറ്റിലെല്ലാവരും കൂടെ നിന്ന് അവരുടെ ബന്ധക്കാരൊക്കെ കൂടി നിന്ന് നമ്മളെല്ലാ കാര്യങ്ങളിലും ഉണ്ടാവും. ഈ പറയുന്ന ബന്ധുക്കളൊക്കെ എത്തി തുടങ്ങിയോ? ബന്ധുക്കൾ എല്ലാവരും ഇപ്പോൾ ഒരു ബ്രദർ ഇപ്പോൾ ദുബായിൽ നിന്ന് ഇന്ന് എമർജൻസി വിസ എടുത്തിട്ട് കെനിയയിൽ പോകുന്നുണ്ട്. അദ്ദേഹം നാളെ രാവിലെ അവിടെ എത്തിയിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യുള്ളൂ. ഇദ്ദേഹം കെനിയയിലേക്ക് പോകാൻ റെഡിയാണ്. പക്ഷേ ഇപ്പോൾ അവിടെ ആ ഹോസ്പിറ്റലൊക്കെ മിഷനറി ഹോസ്പിറ്റൽസാണ്. അപ്പോൾ അവിടെ ഇവർക്ക് ട്രീറ്റ്മെൻറ്റ് കറക്റ്റായിട്ട് കിട്ടൂലെന്ന് വിചാരിച്ച് ഖത്തറിൽ തന്നെ ബ്രദറിനെയും ഫാദറിനെയും കൊണ്ടുവരാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പ് എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഖത്തറിൽ ഇത് എല്ലാം ഭയങ്കരമായിട്ട് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവരറിയണത് ഏകദേശം 1 മണിക്കൂറിന് മുമ്പാണ് ഈ ന്യൂസ് അറിയണത്. കാരണം ഇവരോട് പറഞ്ഞ ഇവർക്ക് രണ്ടുപേരും ഭയങ്കര ഷോക്കിലാണ് ഇപ്പോൾ ഇവർ നിൽക്കണത് ശരിക്കും.
ഇത് ഒരു ടൂർ സംഘമായിട്ടായിരുന്നു പോയിരുന്നത്, ഒരു ഗ്രൂപ്പായിട്ടായിരുന്നു? അതെ, അവർ ജസ്റ്റ് ഒരു റിലാക്സ് ചെയ്യാൻ വേണ്ടി ഒരു 1 week കെനിയ ടൂർ. ഭയങ്കര ഈദ് ഹോളിഡേയ്സ് അല്ലേ, ഈദ് ഹോളിഡേയ്സ് അവിടെ. അപ്പോൾ ഒരാഴ്ച ലീവാണ്, 3 പേര് നല്ല സ്ട്രെസ്ഫുൾ ജോബാണ്. അപ്പോൾ ജസ്റ്റ് ഒരു ട്രിപ്പിന് വേണ്ടി പോവാം. എന്തായാലും ജൂലൈയിൽ ഇവിടെ വരാമെന്നുള്ള പ്ലാൻ ഉണ്ടായിരുന്നു ഇന്ത്യയിൽ. ശരി സഹിൻ, വലിയ വേദനയിലാണ് ആ കുടുംബം. കെനിയയിൽ അപകടത്തിൽ മലയാളികൾ മരിച്ച സംഭവം നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിലിപ്പോൾ തിരുവനന്തപുരം സ്വദേശി ഗീത ഷോജി ഐസക്കിന്റെ കുടുംബമാണ് ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചത്. സഹിൻ ആന്റണിയാണ് അവർക്കൊപ്പം ചേർന്നിരുന്നത്.